മുള്ളുവിരിച്ച വഴിയിലൂടെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെയും ഇപ്പോഴത്തെ യാത്ര. പാർട്ടിക്ക് നേരെ ഉയർന്നു വന്നിരിക്കുന്ന പലവിധ ചോദ്യങ്ങൾ, മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ ഉയർന്നു വന്നിരിക്കുന്ന എക്സാലോജിക് എന്ന വലിയ ചോദ്യം, ഇതിനിടയിലാണ് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി എന്ന വലിയൊരു കീറാമുട്ടി. ഇനിയും കടമെടുക്കാൻ അനുവദിച്ചാൽ കേരളം സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്കെന്നാണ് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, കടമെടുപ്പ് നയപരമായ വിഷയമെന്നും കേരളത്തിന്റെ ഹർജി തള്ളണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രം രംഗത്ത് വന്നതോടെ വരും ദിവസങ്ങൾ ചോദ്യങ്ങളുടേതാണ്. ഇതിനിടയിൽ CPM കേന്ദ്ര സർക്കാരിന്റെ കേരള വിരുദ്ധ സമീപനം കേന്ദ്രമാക്കി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താനുള്ള നിർദ്ദേശം നൽകി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. എത്ര കണ്ടിട്ടും കൊണ്ടിട്ടും പഠിക്കാതെ CPM എന്താണ് ഈ പറയുന്നത് എന്ന വിമർശനമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഏതായാലും കേരളത്തിന് ഇനിയും കടമെടുക്കാൻ അനുമതി നൽകുന്നത് സംസ്ഥാനത്തെ സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് നയിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചത്. അടിയന്തരമായി കടമെടുക്കാൻ അനുവദിക്കുന്നതിന് ഇടക്കാല ഉത്തരവ് ഇറക്കണമെന്ന കേരളത്തിന്റെ അപേക്ഷയിലാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം മറുപടി സത്യവാങ്മൂലം നൽകിയത്. കേരളത്തിന് ഇനിയും കടമെടുക്കാൻ അനുമതി നൽകുന്നത് സാമ്പത്തിക ചട്ടക്കൂടിനെ ദോഷകരമായി ബാധിക്കും. സംസ്ഥാനങ്ങളുടെ മോശം സാമ്പത്തിക മാനേജ്മെന്റിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാകും. കടമെടുപ്പിന് അനുമതി നൽകുന്നത് ദീർഘകാല അടിസ്ഥാനത്തിൽ നല്ലതുമല്ല. വായ്പാ ചെലവ് കൂട്ടുകയും സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുകയും ചെയ്യും. ഭരണഘടനാ വ്യവസ്ഥകൾ ഉപയോഗിച്ച് കേരളത്തിന്റെ കടമെടുപ്പ് തോത് കേന്ദ്രം നിയന്ത്രിച്ചില്ലായിരുന്നുവെങ്കിൽ കേരളം ഇതിലും വലിയ പ്രതിസന്ധിയിലാകുമായിരുന്നുവെന്നും മറുപടിയിൽ പറയുന്നു. ഏത് സർക്കാർ സ്ഥാപനം എടുക്കുന്ന വായ്പയും സംസ്ഥാന കടമായി കേന്ദ്രം പരിഗണിക്കുന്നുവെന്ന കേരളത്തിന്റെ വാദവും സത്യവാങ്മൂലത്തിൽ തള്ളി. KSRTC, KSEB തുടങ്ങിയ സ്ഥാപനങ്ങൾ സ്വന്തം നിലയ്ക്കെടുക്കുന്ന വായ്പകൾക്ക് എതിരല്ലെന്നും കേന്ദ്രം അറിയിച്ചു. കടമെടുപ്പ് നയപരമായ വിഷയമാണെന്നും അതിൽ ഇടപെടരുതെന്നും കേരളത്തിനെതിരെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ അനുമതി തേടി കേരളം നൽകിയ ഹർജി തള്ളണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് കേന്ദ്രം ഇക്കാര്യം അറിയിച്ചത്. അധിക കടമെടുപ്പിന് കേരളത്തെ അനുവദിച്ചാൽ സംസ്ഥാനത്ത് അധിക സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും. സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 3% കടമെടുക്കാൻ അനുമതിയുള്ളത്. എന്നാൽ കഴിഞ്ഞ 2 സാമ്പത്തിക വർഷവും ഈ പരിധിക്കപ്പുറം കടമെടുക്കാൻ കേരളത്തെ അനുവദിച്ചിട്ടുണ്ട്. 2021-2022 സാമ്പത്തിക വർഷം 4%, തൊട്ടടുത്ത സാമ്പത്തിക വർഷം 3.5% കടമെടുക്കാൻ അനുവദിച്ചു. കേരളത്തിനെ അധികം കടമെടുക്കാൻ അനുവദിച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെയും ബാധിക്കാനിടയുണ്ട്. കടമെടുപ്പ് നിയന്ത്രിച്ചില്ലായിരുന്നുവെങ്കിൽ കേരളം കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്നും 286 പേജുള്ള സത്യവാങ്മൂലത്തിലുണ്ട്. കേരളത്തിന് സമാനമായി ബജറ്റിന് പുറത്തുനിന്ന് തെലങ്കാന സർക്കാരും വ്യാപകമായി കടമെടുത്തിരുന്നു. എന്നാൽ ഈ കടം പ്രതിസന്ധി സൃഷ്ടിച്ചതായി തെലങ്കാന സർക്കാർ തിരിച്ചറിഞ്ഞു. ഇക്കാര്യം വിശദീകരിച്ച് തെലങ്കാന സർക്കാർ ധവളപത്രം ഇറക്കി. കിഫ്ബിക്ക് വേണ്ടിയുള്ള കടമെടുപ്പിനെ എതിർക്കുന്നെങ്കിലും സ്വന്തമായി വരുമാനമുള്ള KSRTC, KSEB എന്നിവയുടെ കടമെടുപ്പിനെ എതിർക്കുന്നില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കി. സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ കേന്ദ്രം കടമെടുക്കുന്നുവെന്ന കേരളത്തിന്റെ വാദവും തള്ളി. കേന്ദ്രത്തിന് ഭരണഘടനാപരമായി സാമ്പത്തിക വിഷയങ്ങളിൽ കൂടുതൽ അധികാരങ്ങളുണ്ട്. സാമ്പത്തിക അധികാരത്തിൽ കൈകടത്തുന്നുവെന്ന കേരളത്തിന്റെ ആക്ഷേപവും കേന്ദ്രം തള്ളി. നിയമവിരുദ്ധമോ വിവേചനപരമോ ആയ ഒരു ഇടപെടലും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. കടമെടുപ്പ് സംബന്ധിച്ച വിഷയത്തിൽ കേരളം സുതാര്യമായല്ല നടപടികൾ സ്വീകരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ കെടുകാര്യസ്ഥത കാരണമുള്ള തെറ്റായ സാമ്പത്തിക നയങ്ങളെയും കേന്ദ്രം അക്കമിട്ട് നിരത്തുന്നു. വായ്പാ പരിധി വെട്ടിക്കുറച്ചതിൽ കേരളം നൽകിയ ഹർജി സുപ്രീം കോടതി ചൊവ്വാഴ്ച പരിഗണിക്കും. ഇതിനിടയിലാണ് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന CPM വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പലതും പ്ലാൻ ചെയ്യുന്നത് എന്ന റിപ്പോർട്ടുകളും. ഇടതുമുന്നണിയിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കി അടുത്തയാഴ്ചയോടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കാനാണ് CPMന്റെ ആലോചന. ഓരോ മണ്ഡലത്തിലും വിജയം ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങളും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ ഇങ്ങനെയാണ് പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെങ്കിൽ എവിടെ ചെന്ന് നിൽക്കുമെന്നാണ് ഇപ്പോൾ തന്നെ പാർട്ടിക്കുള്ളിലെ വിമർശനം. 15 മണ്ഡലങ്ങളിലാണ് CPM മത്സരിക്കുന്നത്. തിരുവനന്തപുരം, മാവേലിക്കര, കോട്ടയം, തൃശൂർ, വയനാട് മണ്ഡലങ്ങൾ ഘടകകക്ഷികൾ മത്സരിക്കും. ഈ സീറ്റുകളിൽ ഒഴികെയുള്ള പാർട്ടി സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ കേരള വിരുദ്ധ സമീപനം കേന്ദ്രമാക്കി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താനുള്ള നിർദ്ദേശം നൽകിയാണ് CPM കച്ചകെട്ടി ഇറങ്ങുന്നത്. പക്ഷേ CPMന് ചോദ്യങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ.